നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീയൊക്കെ എന്താ എന്നെ വിചാരണ ചെയ്യാനാണോ രാവിലെ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അമ്മേ, സീതമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കേടായിരുന്നു? ഞാനിവിടെ ഉണ്ടെന്ന് വിളിച്ചു പറയാം. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ ഇപ്പോ. സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിച്ച് സ്വന്തം വരുമാനത്തില് സന്തോഷമായിട്ട് ജീവിച്ചോളും. എന്റെ പൊന്നു ചേച്ചി, ഇന്നലെ ഞാൻ ഇതിനൊക്കെ മാപ്പ് പറഞ്ഞതല്ലേ. എന്നിട്ട് ചേച്ചി പിന്നെ എന്തിനാ ഞങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ശിക്ഷിക്കുന്നേ? വലിയച്ചി വേണമെങ്കിൽ ഞങ്ങളെ വഴക്ക് പറഞ്ഞോ, അടിച്ചോ, അല്ലെങ്കിൽ കൊന്നോ, അതിലൊന്നും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ മാറി നിൽക്കരുത്. നിന്നാ ഞങ്ങൾ തകർന്നു പോവും. അതെ അതെ, തകരും തകരും. നീയൊക്കെ പറയുന്നത് മുഴുവൻ ശരിയാണ്. പക്ഷെ എന്റെ ഒരു വികാരം മാത്രം ആർക്കും മനസ്സിലാവില്ല. ഒന്നാമത് ഉള്ള ഒരു ശത്രുവിനെ കൊണ്ടേ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനിടയിലാ ഓരോരുത്തികളായിട്ട് പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കുന്നത്. എന്റെ അഞ്ജലി, ശത്രുക്കളെ ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും ഒരുങ്ങി ഇറങ്ങോ? സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായി പോകുന്നതാണ്. നിന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കാതെ സ്വന്തമായിട്ട് തൊഴിലെടുത്ത് കാര്യങ്ങൾ നോക്കണമെന്ന് അവള് ചിന്തിക്കുന്നതിൽ കുറ്റം എന്താണ്? ജോലി സ്ഥലത്ത് വെച്ച് ഒരുവൻ മര്യാദ കേട്ട് പെരുമാറുമ്പോ അന്തസ്സും അഭിമാനമുള്ള പെൺകുട്ടികൾ കയർക്കും. അതിലാർക്കും തെറ്റു പറയാൻ പറ്റില്ല. ആ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാതെ ഒളിച്ചു വെച്ചു എന്നതാണ് ആരതിയുടെ തെറ്റ്. ഏയ്, അത് തെറ്റൊന്നുമല്ല. അതവരുടെ അവകാശം. അങ്ങനെ വേണം പറയാൻ. നീ വീണ്ടും വീണ്ടും അതിൽ കടിച്ചു തൂങ്ങാതെ. കഴിഞ്ഞത് കഴിഞ്ഞു. നിനക്കും എനിക്ക് ഇന്നലെയിൽ ഇനി ജീവിക്കാൻ പറ്റില്ല. ഇന്നും നാളെയും വേണം ജീവിക്കാൻ. അതുകൊണ്ട് അതാലോചിച്ചാ മതി. ആരതി, നീ ഒന്ന് മനസ്സിലാക്കണം. വേണ്ടപ്പെട്ടവരെന്ന് പറയാൻ അധികം ആരുമില്ലാതെ ജീവിക്കുന്നവരാ നിങ്ങള്. സാധിക്കുന്ന വിധത്തിലൊക്കെ ചൂഷണം ചെയ്യാൻ എല്ലായിടത്തും ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് എന്ത് കാര്യമായാലും എന്ത് അനുഭവമായാലും പരസ്പരം പറഞ്ഞ് കല്ലും നെല്ലും വേർതിരിച്ച് ഒന്നായി വേണം എപ്പോഴും ജീവിക്കാൻ. നിങ്ങൾ ഒരു കുടുംബമല്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് ചില കാര്യങ്ങൾ മാത്രം ഒളിച്ചു വെക്കുന്നത്? ഒളിച്ചു വെക്കാൻ വേണ്ടി കള്ളങ്ങൾ പറയുന്നത്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ചേച്ചിയുടെ കാര്യങ്ങൾ ഒളിച്ചു വെച്ചതും നുണ പറഞ്ഞതൊക്കെ തെറ്റാ സീതമ്മേ. പറ്റിപ്പോയി. ഇനി ഇത് ആവർത്തിക്കില്ല. ചേച്ചിയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം. ചേച്ചി എന്നോട് ക്ഷമിക്കണം. പിശാചേ, എന്നെ കരയിക്കാനായിട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.